ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന നമ്മുടെ പരമ്പരയിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചില പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ നമ്മൾ എത്രയും നേരത്തെ പഠിച്ചെടുക്കുന്നുവോ അത് നാം നല്ല രീതിയിൽ വളരാനും സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു വ്യക്തിയായി മാറാനും നമ്മെ സഹായിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വൈകുകയും അതുമൂലം ജീവിതത്തിലെ ചില വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എൻ്റെ ഈ ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ്. ജീവിതത്തിൽ അങ്ങേയറ്റം വിവേകമുള്ള 25കാരെയും ഒട്ടും വിവേകമില്ലാത്ത 60കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമല്ല, മറിച്ച് നമ്മൾ എത്ര വേഗം വിവേകമുള്ളവരാകുന്നതാണ് എന്നതിലാണ് കാര്യം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമെന്ന് തോന്നുന്ന എന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പലർക്കും തങ്ങളുടെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ചോ ദൗർലഭ്യങ്ങളെക്കുറിച്ചോ, അതായത് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്, ശരിയായ ധാരണയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മളെക്കുറിച്ച് ഒരു ചിത്രം കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഉൾചിത്രം ശരിയായിരിക്കണമെന്നില്ല. ചിലർ അവരവരെ തന്നെ വളരെ കുറച്ച് കാണും. ചിലർ തങ്ങളെ തന്നെ അമിതമായി ഊതി വീർപ്പിച്ച് കാണും. നമ്മൾ ആരാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നതും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നതും തമ്മിലുള്ള ആ ഒരു വലിയ അകലമുണ്ടല്ലോ, അവിടെയാണ് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങൾ തകരുന്നത്, നമ്മുടെ ശരിയായ കഴിവുകൾ പാഴായി പോകുന്നത്. ഇവ രണ്ടും ജീവിതത്തിൽ ദോഷം ചെയ്യും. ആദ്യത്തേത്, സ്വയം കുറച്ച് കാണുന്നവർ. നമ്മുടെ പൗരസ്ത്യ സംസ്കാരത്തിൽ എളിമ എന്നത് ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അത് നല്ലതുമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ എളിമ നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറിപ്പോകാറുണ്ട്. അസാധ്യമായ നേതൃത്വ പാഠമുള്ള ഒരു സ്ത്രീ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് സ്വയം വിചാരിച്ച് മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു നല്ല ബിസിനസ് ആശയമുള്ള ഒരാൾ ഞാനൊക്കെ വിചാരിച്ചാൽ ഇത് നടക്കുമോ എന്ന് കരുതി ഉപേക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത്തരം കഴിവുകൾ വിരിയാതെ ഒതുങ്ങിപ്പോകുന്നത് ആ വ്യക്തികൾക്ക് ദുരന്തമാണ്, സമൂഹത്തിന് നഷ്ടവുമാണ്. ഇനി അതിന്റെ മറുപുറം, സ്വയം അമിതമായി വിലയിരുത്തുന്നവർ. അല്പം ചമ്മലോടെയാണെങ്കിലും എനിക്ക് സമ്മതിക്കേണ്ട ഒരു സത്യമുണ്ട്. മുൻപ് ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഏത് കാര്യവും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അമിതമായി വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എനിക്ക് അർഹതപ്പെട്ട പദവികളും ഉത്തരവാദിത്തങ്ങളും എന്തുകൊണ്ട് മുകളിലുള്ളവർ തരുന്നില്ല എന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ പെരുമാറ്റത്തിലെ പക്വതക്കുറവും അസ്ഥിരതയും കണ്ട് ഞാൻ അതിന് പ്രാപ്തനായിട്ടില്ല എന്നവർക്ക് മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിരുന്നില്ല. അന്ന് എനിക്കത് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്റെ അവസ്ഥ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ഇത്തരം തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ നമ്മളെ കാണുന്നത് ഉള്ളിൽ നിന്നാണ്, ഒരു വശം മാത്രമാണ്. നമ്മുടെ ഉദ്ദേശങ്ങളും കാരണങ്ങളും നമുക്കറിയാം. നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയാം. പക്ഷെ പുറം ലോകം കാണുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മാത്രമാണ്. 2, നമ്മൾ സ്വയം വിലയിരുത്താറില്ല. ഇന്ന് ഞാൻ എന്താണ് നന്നായി ചെയ്തത്, എവിടെയാണ് എനിക്ക് പിഴച്ചത്, മറ്റേ വ്യക്തിയുടെ പ്രതികരണത്തിൽ നിന്ന് എന്നെക്കുറിച്ച് എനിക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിക്കാറില്ല. ജീവിക്കാനുള്ള തിരക്കിനിടയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. 3ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ തിരുത്തലുകളെ നാം ഇഷ്ടപ്പെടാറില്ല. ആരെങ്കിലും നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മളെ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് നമ്മളെ പുകഴ്ത്തുന്ന, നമ്മൾ പറയുന്നതിനെയെല്ലാം അനുകൂലിക്കുന്ന ആളുകളുടെ ചുറ്റുവട്ടത്ത് ആയിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അത് സുഖമുള്ള കാര്യമാണ്, പക്ഷെ അപകടകരമാണ്. നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ മറ്റുള്ളവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ചില വശങ്ങൾ, ചില ബ്ലൈൻഡ് സ്പോട്ട്സ് നമുക്കുണ്ട്. അതറിയണമെങ്കിൽ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് നമ്മൾ ധൈര്യത്തോടെ സ്വീകരിക്കണം. അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ ന്യായീകരിക്കുകയോ ചെയ്യരുത്. എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പങ്കുവെക്കാം. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഗിറ്റാർ വായന പഠിക്കാനായിട്ട് ഒരു ശ്രമം തുടങ്ങി. എന്റെ പ്രാക്ടീസിനെ മാറ്റിമറിച്ച ഒരു കാര്യം ഞാൻ ഈയിടെ ചെയ്തു. ഞാൻ വായിക്കുന്നത് ഒരു ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് തിരിച്ച് പ്ലേ ചെയ്ത് കണ്ടപ്പോൾ വിരലുകൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ച രീതിയും യഥാർത്ഥത്തിൽ വെച്ച രീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കൃത്യമായി കണ്ടു. ആ റെക്കോർഡിങ് ഫീഡ്ബാക്ക് യാഥാർത്ഥ്യം എനിക്ക് കാണിച്ചു തന്നു.
അങ്ങനെ ശരിയായ വിരലുകൾ വയ്ക്കാൻ തുടങ്ങി. ഈ തത്വം സംഗീതത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴെങ്കിലും ഇതുപോലെ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ ഇവയെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം പേരും അത് ചെയ്യാറില്ല. ആ ഒരു ചെറിയ വിശകലനം നമ്മുടെ ജീവിതപാതയിൽ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. മറ്റൊരുദാഹരണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒളിമ്പിക് കായിക താരങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെല്ലാവരും ആ മെഡൽ സ്റ്റാൻഡിലെത്തിയത് അവരുടെ കഴിവുകൊണ്ട് മാത്രമല്ല, അവർക്ക് തെറ്റുകുറ്റങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു മികച്ച കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ പരിശീലനത്തിലും അവർ തങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി. നമ്മുടെ സ്വന്തം PT ഉഷയോട് ചോദിച്ചാൽ അവരിത് പറയും. അവരുടെ ഓരോ ചെറിയ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് മുഖസ്തുതി പറയാതെ തെറ്റുകൾ തിരുത്തിക്കെടുത്ത ഒരു OM നമ്പ്യാർ ആയിരുന്നു അവരുടെ കോച്ച്. അവരത് കേട്ടു, ഉൾക്കൊണ്ടു, മെച്ചപ്പെട്ടു. അത് കായിക രംഗത്തെ അച്ചടക്കം മാത്രമല്ല, ജീവിതത്തിന്റെ തന്നെ ഒരു വലിയ തത്വമാണ്. ഒരു സാധാരണ മനുഷ്യൻ തന്റെ യഥാർത്ഥ കഴിവിന്റെ 10% മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ആരോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. 10% മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം തങ്ങളുടെ യഥാർത്ഥ കഴിവ് എവിടെയാണെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പിയാണ് ഒട്ടുമിക്ക ആളുകളും ജീവിതം പാഴാക്കുന്നത്. നമ്മളെ തന്നെ അനാവശ്യമായി പുകഴ്ത്താതെ നമ്മുടെ കഴിവുകളെ ശാന്തമായി വളർത്തിയെടുക്കാനും നമ്മുടെ ദൗർലഭ്യങ്ങളെ ധൈര്യത്തോടെ തിരുത്താനും ശ്രമിച്ചുകൊണ്ട് ബാക്കി 90% കഴിവുകളെ കൂടി പുറത്തെടുക്കാൻ നമുക്ക് വെല്ലുവിളി സ്വീകരിച്ചുകൂടെ? അതിന് പ്രായോഗികമായി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ദിവസവും സ്വയം വിലയിരുത്തുക. അതിനായി ഹിമാലയത്തിൽ പോയി ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിവസത്തിന്റെ അവസാനം ഒരു 10 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളെ തന്നെ വിലയിരുത്തുക. ഇന്ന് എന്താണ് നന്നായി നടന്നത്, എവിടെയാണ് തെറ്റിയത്, എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുക. പിന്നെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ തേടുക. നല്ല മെന്റേഴ്സിനെ കണ്ടെത്തുക. അഭ്യുദയകാംക്ഷിയായ ഒരു സുഹൃത്തോ ഗുരുസ്ഥാനീയനോ സഹപ്രവർത്തകനോ ആകാം. നിങ്ങൾ ചെയ്തത് അത്ര നന്നായില്ല എന്ന് പറയാൻ മടിക്കാത്ത അത്തരം മനുഷ്യർ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ജീവിച്ചാൽ നമ്മുടെ സ്വന്തം അടഞ്ഞ ലോകത്ത് മാത്രമായി നാം ഒതുങ്ങിപ്പോകും. പിന്നെ അഭിപ്രായങ്ങളെ സമചിത്തതയോടെ കാണുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിഴുങ്ങേണ്ടതില്ല, എന്നാൽ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യരുത്. കേൾക്കുക, ചിന്തിച്ചിട്ട് ആവശ്യമുള്ളവ മാത്രം സ്വീകരിക്കുക. അതാണ് പക്വത. മാത്രമല്ല, സ്വയം പരീക്ഷിക്കുക. എനിക്കിതിനുള്ള പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിന് പ്രാപ്തനല്ല എന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്തു നോക്കുക. അതുപോലെ അമിത ആത്മവിശ്വാസത്തോടെ ധൃതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം വേഗത കുറയ്ക്കുക. ഈ അനുഭവങ്ങൾ നൽകുന്ന അറിവ് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിലെ കണ്ണാടിയിലേക്ക് നമുക്ക് കൃത്യമായി നോക്കണം. നമ്മളെ ക്രൂരമായ വിചാരണ ചെയ്യാനല്ല, അല്ലെങ്കിൽ അഹങ്കരിക്കാനുമല്ല, നമ്മൾ ആരാണെന്ന് വ്യക്തമായി കാണാൻ വേണ്ടി മാത്രം. കാരണം നിങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യാജമായ പ്രതിച്ഛായ ഇല്ലാതാവും. നിങ്ങളുടെ കയ്യിലുള്ള യഥാർത്ഥ കഴിവുകളെ നിങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ തുടങ്ങും. തീർച്ചയായും ഈ ലോകം കാത്തിരിക്കുന്നത് സ്വയം അറിയുന്ന നിങ്ങളുടെ ആ ഒരു മികച്ച രൂപത്തിന് വേണ്ടിയാണ്. നന്ദി, നമസ്കാരം.